ഈ നോമ്പ് കാലത്ത് ചെറിയൊരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. നമ്മൾ കോളേജുകളിലും സ്കൂളിലൊക്കെ പോകുമ്പോൾ കേൾക്കുന്നൊരു പദമുണ്ട്, ആർട്സ് ഡേ എന്നൊക്കെ. കലാദിനം എന്നൊക്കെ പറഞ്ഞാണ് അവർ ആഘോഷിക്കുക ആർട്സ് ഡേ. അത് ഗംഭീരമായിട്ട് ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ദിവസം ആഘോഷിക്കും. എനിക്ക് തോന്നുന്നു ഈ നോമ്പ് കാലത്ത് ഒരു ആർട്സ് ഡേ നമുക്ക് വേണം. ഒരു ദിവസം മാത്രമല്ല, ജീവിതത്തിൽ മുഴുവൻ ഒരു ആർട്ടുണ്ട്. ആർട്ട് ടച്ച് ചെയ്യാത്ത കാര്യങ്ങൾ എന്താ? ഒരു കല വേണ്ടേ? നമ്മൾ പ്രകൃതിയോടായാലും മറ്റുള്ളവരോട് ഇടപെടുന്ന രീതിയിലും ഒരു ആർട്ട് ഉണ്ടെങ്കിൽ എല്ലാം ഭംഗിയാവും. നമ്മൾ സംസാരിക്കുന്ന ശൈലി ഒന്ന് മിതമായിട്ട് നല്ല രീതിയിലൊന്ന് സംസാരിച്ചാൽ ആളുകൾ കേൾക്കും. അല്ലെങ്കിൽ നമ്മളൊരു ഭക്ഷണം കൊടുക്കുന്നതിൽ ഭക്ഷണം കഴിക്കണം കേട്ടോ, കഴിച്ചിട്ട് പോകാൻ കേട്ടോ എന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷമാണ്. അല്ലെങ്കിൽ അപ്പച്ചന് ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നതായിരിക്കും, പ്രായമായിട്ടുള്ള അപ്പച്ചനായിരിക്കും, അവിടെ കൊണ്ടുവച്ച് ഇതേ കഴിക്കുക എന്ന് പറയുന്നതിൽ ഭേദം ഒരു സ്പൂൺ എടുത്ത് ആ കയ്യിൽ പിടിപ്പിച്ചുകൊണ്ട് അപ്പച്ച ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ആർട്ട് നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അത് മറ്റുള്ളവരോട് ബന്ധപ്പെടുന്നതിലും മാത്രമല്ല, പ്രകൃതിയോടും ഒരു ആർട്സ് ഒരു കല വേണം നമുക്ക്. ഇപ്പം അതുകൊണ്ടല്ലേ പരിശുദ്ധ ലൗദാത്തോ സി എന്ന് പറയപ്പെടുന്ന ചാക്രികലേഖനം എഴുതി പ്രകൃതിയോട് സ്നേഹം കുടിക്കണമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞിട്ട് 8 വർഷം കഴിഞ്ഞിട്ട് പിതാവ് വളരെ വേദനയോട് കൂടെ പറഞ്ഞു അതൊന്നും പ്രാവർത്തികമാക്കുന്നത്. അതുകൊണ്ട് ലൗദാത്തോ ദൈവം എന്ന് പറയപ്പെടുന്ന പുതിയ ചാക്രികലേഖനം. കാരണം ആഗോള താപനം ഇങ്ങനെ ഉയർന്നുയർന്നു പോവുക, വലിച്ചെറിയുക, വേസ്റ്റുകളൊക്കെ കത്തിക്കുകയാണ്, എല്ലാം വെള്ളമില്ലാതായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാത്തിലും നമുക്കൊരു ആർട്ടുണ്ടാകട്ടെ. നമ്മുടെ ഭവനങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിൽ വേസ്റ്റുകൾ വലിച്ചിടാതെ അതൊക്കെ വേണ്ട രീതിയിലെടുത്ത്, അപ്പോൾ എല്ലാത്തിനും ആർട്ട്, സംസാരത്തിൽ പ്രവൃത്തിയിൽ എല്ലാം സുഗമമായിട്ട് പോകും. ഈ ഒരു ആർട്ട് ഈ നോമ്പ് കാലത്ത് നല്ലതാണ്. ആരംഭിക്കുക. കൊച്ചു ആരംഭങ്ങൾ വളരെ നല്ലതാണ്. വേസ്റ്റ് വലിച്ചെറിയില്ല എന്ന് പറയുക, മിഠായി കഴിച്ചിട്ട് പേപ്പറുകൾ വലിച്ചെറിയുക, ഇങ്ങനെ ചെറിയ കാര്യം മതി, പക്ഷേ അത് വലുതാണ്. കാരണം ചെറിയ കാര്യം കുറേ നാളുകൾ ചെയ്യുമ്പോൾ വലിയൊരു മാറ്റം ഉണ്ടാകും. അതുകൊണ്ട് നമുക്കുണ്ടാകട്ടെ. ചെറിയ വീഴ്ചകളും ഇതുപോലെ തന്നെയാണ്, കുറേ നാൾ കഴിയുമ്പോൾ അത് വലിയൊരു ദുരന്തമായിട്ട് തീരും. നമുക്ക് ശ്രദ്ധിക്കേണ്ടത് കൊച്ചു കൊച്ചു മാറ്റങ്ങൾ. ആർട്സ് ഡേ ഒരു ദിവസം മാത്രമല്ല ആഘോഷിക്കും. ജീവിതത്തിലുടനീളം ഇങ്ങനെ ആർട്ടുണ്ടാകട്ടെ. മറ്റുള്ളവരോട് ബന്ധപ്പെടുന്ന രീതിയിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരോടുള്ള സംസാരത്തിൽ, അല്ലെങ്കിൽ പ്രകൃതിയോടും ഒരു ആർട്ടുണ്ടാകട്ടെ നമ്മുടെ ജീവിതത്തിൽ. അതായിരിക്കട്ടെ ഈ പുരോഹിത വിചാരത്തിലേക്ക് എൻ്റെ ഒരു ചിന്ത. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.